വയനാട് സന്ദർശനത്തിന് ശേഷം മോഹൻലാൽ ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ കുറിപ്പിൽ വിലങ്ങാടിനെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. വയനാട് സന്ദർശന വേളയിൽ ആരോ ഒരാൾ മോഹൻലാലിനോട് പറഞ്ഞുവത്രേ, "സർ, ഞങ്ങളുടെ നാടായ വിലങ്ങാട്ടും ഉരുൾപൊട്ടലുണ്ടായി. മരണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാം തന്നെ ഒലിച്ചുപോയി. എനിക്കതിന് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ദുരന്തങ്ങൾ ചെറിയവയെ വിഴുങ്ങുന്നുണ്ടായിരിക്കാം." ഇങ്ങനെയാണ് മോഹൻലാൽ ആ കുറിപ്പിൽ വിലങ്ങാടിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മോഹൻലാൽ എഴുതിയ മൊത്തം കുറിപ്പ് ഇങ്ങനെയാണ്: 45 വർഷത്തിലധികമായി തുടരുന്ന അഭിനയ ജീവിതത്തിൽ വിവിധ തരത്തിലുള്ള കഥാപാത്രങ്ങളെ എനിക്ക് അവതരിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ആ കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്തമായ ജീവിതങ്ങളുള്ളവയായിരുന്നു. വിവിധ വിചാരങ്ങളുള്ളവയായിരുന്നു. ആ വികാരങ്ങളിൽ കടുത്ത ദുഃഖവും വേർപാടും ജീവിത ദുരന്തങ്ങളും ഉണ്ടായിരുന്നു. 2 തവണ മരണം അതിൻ്റെ കാഠിന്യത്തിൽ എന്നെ തൊട്ടിട്ടുണ്ട്. ആദ്യത്തേത് ജ്യേഷ്ഠൻ പ്യാരിലാലിൻ്റെ വേർപാട്. രണ്ടാമത്തേത് നടൻ ആലമ്മൂടൻ ചേട്ടൻ്റേത്. ആലമ്മൂടൻ ചേട്ടൻ എൻ്റെ മടിയിൽ കിടന്നാണ് മരണത്തിലേക്ക് മറഞ്ഞത്. എന്നാൽ ഈ സന്ദർഭങ്ങളിലൊന്നും തന്നെ അനുഭവിക്കാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ശനിയാഴ്ച പകൽ ഞാൻ കടന്നുപോയത്. ടെറിട്ടോറിയൽ ആർമിയിൽ എൻ്റെ ബറ്റാലിയനായ 122 ഇൻഫൻട്രിയുടെ ഒപ്പം വയനാട്ടിലെ ദുരന്ത മേഖലകളുടെ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ചെളിയിൽ നടന്നപ്പോൾ വാക്കുകളിൽ എഴുതി ഫലിപ്പിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ശൂന്യത എന്നെ പൊതിഞ്ഞു. തകർന്നില്ലാതായ ഒരു നാട്, അവിടെ സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചിരുന്ന മനുഷ്യർ എങ്ങോ മറഞ്ഞു പോയിരിക്കുന്നു. അവരുടെ ശബ്ദങ്ങളെല്ലാം തിരിച്ചു വരാത്ത വിധം വാർന്നു പോയിരിക്കുന്നു. അവർ കണ്ട സ്വപ്നങ്ങളെയെല്ലാം ചെളിയും മണ്ണും വെള്ളവും വിഴുങ്ങിയിരിക്കുന്നു. ലത്തീഫ് എന്നൊരാൾ വന്നിട്ട് പറഞ്ഞു, "കുടുംബത്തെ 2 ദിവസം മുമ്പ് മാറ്റി താമസിപ്പിച്ചതുകൊണ്ട് ജീവൻ രക്ഷപ്പെട്ടു. വീട്, ഭൂമി എല്ലാം തന്നെ നഷ്ടപ്പെട്ടു. ഇനി എല്ലാം ആദ്യമേ തുടങ്ങണം സർ." ലത്തീഫ് പറയുന്നത് എല്ലാം തന്നെ ഞാൻ കേട്ടുനിന്നു. അദ്ദേഹത്തിൻ്റെ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ജീവിതം ആദ്യം മുതലേ തുടങ്ങുന്നത് മനസ്സിൽ കണ്ടപ്പോൾ എനിക്ക് പേടി തോന്നി, അതിലേറെ സങ്കടവും. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് യൂണിഫോം ഇട്ട കുഞ്ഞു ശരീരം കണ്ടപ്പോഴാണ് അവളാണ് എന്നറിഞ്ഞത്. എൻ്റെ കൺമുന്നിൽ കളിച്ചു നടന്ന കുട്ടിയായിരുന്നു. സൈന്യത്തിൻ്റെ ബേസ് ക്യാമ്പായ സ്കൂളിനടുത്ത് വെച്ച് അവിടുത്തെ ടീച്ചർ പറഞ്ഞു. കാണാത്ത ആ മോളുടെ മുഖം ഞാൻ സങ്കല്പിച്ചു. ഒരു പെൺകുട്ടിയുടെ പിതാവായ എന്നെ തന്നെ അവളുടെ മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഞാൻ സങ്കല്പിച്ചു. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നാം ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി അല്പമെങ്കിലും ഉൾക്കൊള്ളുക? അതിനിടയിൽ ആരോ പറഞ്ഞു, "സർ, ഞങ്ങളുടെ നാടായ വിലങ്ങാട്ടും ഉരുൾപൊട്ടലുണ്ടായി. മരണം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാം ഒലിച്ചുപോയി." എനിക്കതിന് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ദുരന്തങ്ങൾ ചെറിയവയെ വിഴുങ്ങുന്നുണ്ടായിരിക്കാം. ദുരന്തഭൂമിയിലൂടെ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കുമ്പോൾ ഞാൻ മനസ്സാ നമിച്ചത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെയാണ്. പട്ടാളവും കേരള പോലീസും കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും NDRFകാരും അഗ്നിരക്ഷാ വിഭാഗവും നാട്ടുകാരും JCB ഓടിക്കുന്നവരും സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടവരും ജനപ്രതിനിധികളും ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസ് ഡ്രൈവർമാരും അടക്കമുള്ള ഒരു വലിയ സംഘം. അവരെ തൊട്ടു നിന്നപ്പോൾ മനുഷ്യനാണ് എന്നതിൽ എനിക്ക് അഭിമാനം തന്നെ തോന്നി. ബെയിലി പാലത്തിലൂടെ നടന്നപ്പോൾ ഞാൻ ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ ദുരന്തഭൂമിയുടെ പൂർണ്ണ നിർമ്മാണത്തിന് കൂടെ ഉണ്ടാവും. ഇതുവരെ ചെയ്തതിനേക്കാൾ ഉത്തരവാദിത്തമുള്ള ജോലിയാണ് ഇനിയുള്ളത്. ശേഷിക്കുന്നവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒറ്റപ്പെട്ടു പോയവർക്ക് തണലാവണം. നമുക്കതിന് സാധിക്കും എന്ന് ദുരന്തഭൂമിയിലെ സന്നദ്ധ പ്രവർത്തകരുടെ കണ്ണുകൾ എന്നോട് പറയുന്നു. നമ്മുടെ നാടിൻ്റെ ചരിത്രം എന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയായിരുന്നു മോഹൻലാലിൻ്റെ മൊത്തത്തിലുള്ള കുറിപ്പ്.